വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ കായംകുളത്ത് അനുവദിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കായംകുളം എംഎൽഎയ്ക്കും ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകുമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് അറിയിച്ചു. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ കായംകുളത്ത് അനുവദിക്കണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ 28ഓളം ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റ് സെൻറ്റർ സ്ഥാപിക്കുമെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. കായംകുളം പട്ടണത്തിലും ഈ ATS ടെസ്റ്റിനുള്ള സംവിധാനം ആരംഭിക്കണമെന്നാണ് സോഷ്യൽ ഫോറം ആവശ്യപ്പെടുന്നത്. നമ്മൾ കായംകുളം എന്ന് പറയുന്ന പ്രദേശം മാവേലിക്കരയ്ക്കും ഹരിപ്പാടിനും അതേപോലെ തന്നെ അടൂർ മുതൽ പടിഞ്ഞാട്ടും കരുനാഗപ്പള്ളിക്കും ഇടയ്ക്കുള്ള ഒരു പ്രധാന സെൻ്ററാണ്. അപ്പോൾ ഇവിടെ മാനുവലായിട്ടുള്ള വെഹിക്കിൾ ടെസ്റ്റ് സെൻ്ററാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനം വരുമ്പോൾ കായംകുളത്ത് മുഖ്യ പരിഗണന നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പട്ടണത്തിൻ്റെ വികസനത്തിനും അതേപോലെ തന്നെ പുതിയ വർഷങ്ങളായി കായംകുളത്ത് മോട്ടോർ വെഹിക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം സമീപകാലത്ത് ഹരിപ്പാട്ടേക്ക് മാറ്റിയിരുന്നു. എന്നിരുന്നാൽ തന്നെയും കായംകുളത്തും പരിസര പ്രദേശത്തും നിരവധി വാഹനങ്ങൾ ദൈനംദിനം രജിസ്റ്റർ ചെയ്യുകയാണ്. ധാരാളം വാഹനങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റ് സെൻറ്റർ കായംകുളത്തും ആരംഭിക്കണം എന്ന് കായംകുളത്തെ പൗരസമൂഹത്തിന് വേണ്ടി കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെടും. ഇത്തരമുള്ള സംവിധാനങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ ഒരു പട്ടണത്തിൽ വന്നാൽ മാത്രമേ കായംകുളത്തിൻ്റെ അവികസിതമായ അല്ലെങ്കിൽ പുരോഗതി ഇല്ലാത്ത ഒരു പട്ടണമെന്നുള്ള പേരുദോഷം മാറ്റണമെങ്കിൽ പുതിയ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. കഴിഞ്ഞ 10-20 വർഷക്കാലമായി സർക്കാരിൻ്റെ ഒരു സ്ഥാപനം പോലും ഈ പട്ടണത്തിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന പലതും കായംകുളത്ത് നിന്ന് ഇല്ലാതാകുകയാണ് ഉണ്ടായത്. എന്തായാലും പുതിയൊരു ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന പല ആവശ്യങ്ങളിലും കായംകുളത്തുകാരെ പരിഗണിക്കണമെന്നാണ് കായംകുളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കായംകുളം മോട്ടോർ വെഹിക്കിൾ ഓഫീസിൽ ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് മാത്രമാണ് നടക്കുന്നത്. ATS കായംകുളത്ത് ആരംഭിച്ചാൽ അടൂർ മുതൽ കായംകുളം വരെയുള്ളവർക്ക്, മാവേലിക്കര ഭാഗത്തു നിന്നുള്ളവർക്കും തീരദേശത്തുള്ളവർക്കും വളരെ സൗകര്യമായിരിക്കുമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കായംകുളം MLAയ്ക്കും ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകുമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.